നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് കേരളം. ഔപചാരിക ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിൽ തന്നെ മുന്നണികളെല്ലാം തന്നെ സീറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പലരുടെയും പേരുകൾ, പല പ്രമുഖരുടെയും പേരുകൾ പലയിടങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ സൂചനകളും സാധ്യതകളും മാത്രമാണ്. വീണ്ടും പറയുന്ന ഒരു ഔപചാരിക ചർച്ചകളിലേക്കോ തീരുമാനങ്ങളിലേക്കോ ഒന്നും തന്നെ ഇതുവരെ മുന്നണികൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് കേൾക്കുന്നത് വൈക്കത്ത് നിന്നാണ്. ദളിത് ആക്ടിവിസ്റ്റായ സണ്ണി എം കപ്പിക്കാടിൻ്റെ പേരാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത്. വൈക്കം മണ്ഡലത്തിൽ UDF സ്വതന്ത്രനായ സണ്ണി എം കപ്പിക്കാട് വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. UDF നേതൃത്വം അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ അപ്പോഴും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇടത് ഹാൻഡിലുകളിൽ നിന്നൊക്കെ അദ്ദേഹം ഇത്രയും നാൾ ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്ന, ദളിത് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് UDF രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പലരും. എഴുത്തുകാരൻ അശോകൻ ചെരുവിലൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇത് സംബന്ധിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വിഷയമാണ് നമ്മളിപ്പോൾ ആദ്യം പരിശോധിക്കുന്നത്. അജിംസ, ഇതെന്താണ്, നമ്മൾ എങ്ങനെ കാണണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ? അത് ഇത്രയധികം വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, അങ്ങനെ പരക്കെ വിമർശിക്കപ്പെടുകയല്ല, ഇത് പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം സണ്ണി കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ നിയമസഭയിൽ വരേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ കണ്ട കമൻറ്റുകളിലൊക്കെ ഞാൻ വായിച്ചത്. കൂടുതലും അങ്ങനെ തന്നെയാണ്, ആളുകൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. വിമർശന സ്വഭാവം ഉണ്ടായിട്ടുള്ളത് CPM ഹാൻഡിലുകളിൽ നിന്നാണ്. അതിൽ അവരുന്നയിക്കുന്നൊരു പ്രശ്നം വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു മുന്നണിയാണ് UDF. സണ്ണി എം കപ്പിക്കാട് മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് UDFൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവർ പറയുന്നത് ആചാര സംരക്ഷണ ബിൽ കൊണ്ടുവരും UDF എന്ന് പല UDF നേതാക്കളും പ്രസംഗിച്ചിട്ടുണ്ട്. ആചാര സംരക്ഷണ ബില്ലെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം ഒരു മുന്നണിയുടെ ഭാഗമാകാൻ എങ്ങനെയാണ് സണ്ണി കപ്പിക്കാടിന് കഴിയുക എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യം. ആ ചോദ്യം പ്രസക്തവുമാണ് കേട്ടോ. അപ്പോൾ സണ്ണി എം കപ്പിക്കാട് പറയുന്ന തീരുമാനമായിട്ടില്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് തീരുമാനമില്ല, അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി സണ്ണി എം കപ്പിക്കാട് നിയമസഭയിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത. അത് UDF LDF എന്നുള്ളതല്ല. അപ്പോൾ LDF വിമർശിക്കാം, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമാണോ ഇത് എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ സണ്ണി എം കപ്പിക്കാട് ഇൻ കേസ് LDF ഭാഗമായിട്ട് മത്സരിക്കുന്നത് കരുതുക. അപ്പോൾ LDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എല്ലാം അംഗീകരിക്കുന്ന ഒരാളാണോ സണ്ണി എം കപ്പിക്കാട്? അല്ലേ അല്ല. അദ്ദേഹം UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങൾ എതിർക്കുന്ന പോലെ തന്നെ LDF പല കാര്യങ്ങളും എതിർക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും BJP സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല. അദ്ദേഹത്തിന് തടക്കാൻ കഴിയുന്ന രണ്ട് മുന്നണികൾ UDF LDF ആണ്. അപ്പോൾ UDF ചില രാഷ്ട്രീയത്തെ അദ്ദേഹം എതിർക്കുന്നത് പോലെ തന്നെ LDF ഒരുപാട് കാര്യങ്ങൾ എതിർക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെ നന്നായി ഓഡിറ്റ് ചെയ്തൊരു സാമൂഹിക നിരീക്ഷണമാണ് സണ്ണി എം കപ്പിക്കാട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. സണ്ണി എം കപ്പിക്കാട് ഏറ്റവും ശക്തമായി വിമർശിച്ചൊരു കാര്യം പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെച്ച മുന്നാക്ക സംവരണമാണ്. അപ്പോൾ മുന്നോക്ക സംവരണം ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കി കാണിച്ച് BJP വെല്ലുവിളിച്ച ഒരാളാണ് പിണറായി വിജയൻ. ദേവസ്വം ബോർഡുകളിലാണ് മുന്നോക്ക സംവരണം നടപ്പാക്കിയത്. അപ്പോൾ മുന്നോക്ക സംവരണം എന്ന് പറയുന്നത് തന്നെ സംവരണത്തെ അട്ടിമറിക്കലാണ്, സംവരണത്തിൻ്റെ ആത്മാവ് ചോർത്തി കളയുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് സണ്ണി എം കപ്പിക്കാട് മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം. പിന്നെ നമ്മൾ സണ്ണി എം കപ്പിക്കാടിനെ എവിടെയാണ് കാണുന്നത്? പല വേദികളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായത് മുമ്പ് മാനവ സംഗമം എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ്. ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയായിരുന്നു അത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെയധികം വൈറലായിരുന്നു. പിന്നീട് ശബരിമല പ്രക്ഷോഭകാലത്ത്, ശബരിമല പ്രക്ഷോഭത്തെ ശൂദ്രകലാപം എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ശബരിമല പ്രക്ഷോഭം സമയത്തും മുന്നോക്ക സംവരണത്തിൻ്റെ സമയത്തും അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം കാതോർത്തിരുന്നിട്ടുണ്ട്. ഇപ്പോൾ മുന്നോക്ക സംവരണം നടപ്പാക്കി BJP വെല്ലുവിളിച്ച LDF സ്ഥാനാർത്ഥിയാൻ സണ്ണി എം കപ്പിക്കാടിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെയാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടി ബില്ലുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് UDF സ്ഥാനാർത്ഥിയാവാനും അദ്ദേഹത്തിന് കഴിയാത്തതുപോലെ തന്നെ. അപ്പോൾ UDF LDF രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെയോ പാർട്ടിയുടെയോ രാഷ്ട്രീയത്തെ പൂർണ്ണമായി അംഗീകരിച്ചല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുക. UDF സ്ഥാനാർത്ഥിയായിട്ടല്ല, UDF സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ആ മുന്നണിയുടെയും അതിന് നയിക്കുന്ന പാർട്ടികളുടെയും മുഴുവൻ കാര്യങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തെ പോലുള്ളവർ എന്തുകൊണ്ട് അസംബ്ലിയിൽ വരണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സാധാരണ അറിയാം. ഈ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന പേരിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് ആളുകൾ നിർത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ SC കോട്ടയ്ക്ക് വേണ്ടിയുള്ള സംവരണ സീറ്റുകളുണ്ട്. അപ്പോൾ സംവരണ സീറ്റുകളിൽ സാധാരണ പാർട്ടികൾ ചെയ്യുന്നത് എന്താണ്? അവരുടെ പാർട്ടിയിൽ തന്നെ ആ സമുദായങ്ങളെ പിടിച്ച് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ മെറിറ്റോ അവരുടെ കഴിവോ ജനപ്രതിനിധിയാവാനുള്ള ശേഷിയൊന്നും അല്ല അവിടെ വിശകലനം ചെയ്യുക. അവർ ആ പാർട്ടിക്കാരാണോ ആ സമുദായത്തിൽപ്പെട്ടതാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം, ഈ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ അവരുടെ മണ്ഡലങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംവരണം ചെയ്യപ്പെട്ടത്? ആ സമുദായങ്ങളെ, ഉദാഹരണത്തിന് ദളിത് സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി,
അവർക്ക് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകളെ പറ്റി അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ടോ, അത്തരം പദ്ധതികളെ അവർ വിശകലനം ചെയ്യുന്നുണ്ടോ, അത്തരം രാഷ്ട്രീയം അവർ അസംബ്ലിയിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ നിരാശയായിരിക്കും നമുക്ക് ഫലം. അവർ ആ പാർട്ടിയുടെ വിപ്പ് അനുസരിക്കുന്നു, പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ അന്ധമായി പിന്തുണയ്ക്കുന്നു, അസംബ്ലിയിൽ അത്തരം നിലപാട് സ്വീകരിക്കുന്നു. ഇൻ കേസ് സണ്ണി എം കവിക്കാട് ജയിച്ച അസംബ്ലിയിൽ വന്നാൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് UDF തന്നെയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം സണ്ണി എം കവിക്കാടിനെ പോലുള്ള ഒരിക്കലും ഒരു പാർട്ടി ഫോളോവർ അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം UDF പോലുമല്ല. അദ്ദേഹം ഇനി ജയിച്ച് അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏത് സർക്കാരാണോ വരുന്നത് ആ സർക്കാരിൻ്റെ ഈ പറയുന്ന പട്ടികജാതി ക്ഷേമ പദ്ധതികളെ അദ്ദേഹം കീറി മുറിക്കും. ദളിത് പ്രശ്നങ്ങളിൽ സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ അദ്ദേഹം വിശകലനം ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം ആലോചിക്കുക. അപ്പോൾ ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി പത്തനംതിട്ട ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാരാണ്. ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറങ്ങി. കേരളത്തിൽ UDF ഏതെങ്കിലും പാർട്ടി, പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടി അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചായിട്ട് അറിയാമോ? യഥാർത്ഥത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്താണ്? ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി ബിലീവേഴ്സ് ചർച്ചിൽ മുറിച്ച് വിറ്റ ഭൂമിയാണ്. അനധികൃതമായി എന്ന് പറയാൻ കാരണം സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്, അത് സർക്കാർ ഭൂമിയാണ്. ആ ഭൂമിയെക്കുറിച്ചുള്ള ഉടമസ്ഥാവകാശ തർക്കങ്ങൾ വിവിധ കോടതിയിൽ നടക്കുമ്പോഴാണ് ഈ അനധികൃതമായി മുറിച്ചുവിറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിനർത്ഥം അവർ ആ മുറിച്ചുവിറ്റവരെ സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് വ്യക്തമാണ്. ഒരു പാർട്ടിയും അതിനെതിരെ ഒരു വാക്കും ഉന്നയിച്ചിട്ടില്ല. അതേസമയം സണ്ണി എം കവിക്കാടിന് അതേക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ട്. എന്താണ്? ഇന്ന് കേരളത്തിൽ കുത്തകകളുടെ കൈവശമുള്ള സർക്കാരിൽ നിന്ന് പാട്ടത്തിന് ഏറ്റെടുത്ത ഭൂമി, ആ ഭൂമി മുഴുവൻ പാട്ടക്കരാറുകൾ അവസാനിച്ച സാഹചര്യത്തിൽ സർക്കാർ തിരിച്ചെടുക്കണം. കഴിഞ്ഞ UDF സർക്കാർ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു, രാജമാണിക്യം കമ്മീഷനൊക്കെ വെച്ചിരുന്നു. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അതിനെ അട്ടിമറിച്ചു. എന്തുകൊണ്ടാണ് സണ്ണി എം കവിക്കാട് ആ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കാരണം കേരളത്തിൽ ഭൂരഹിതർ എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഒരു സമൂഹമേ ഉള്ളൂ, അത് പട്ടികജാതിക്കാരാണ്. കാരണം ഈ ഭൂപരിഷ്കരണം എന്ന് കേരളത്തിൽ കൊണ്ടാടപ്പെട്ട, ഇടതുപക്ഷം തന്നെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്ന ആ ഭൂപരിഷ്കരണ ശ്രമങ്ങളിൽ അവഗണിക്കപ്പെട്ട, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട സമുദായമാണ് പട്ടികജാതി സമുദായം. അവർക്കാർക്കും ഒരു തുണ്ട് ഭൂമി കിട്ടിയിട്ടില്ല. അത്തരം ഭൂമി കിട്ടാത്ത സമുദായങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരം നടത്തുന്നത് എന്താണ്? സർക്കാർ എന്ത് ചെയ്യണം? ഈ കുത്തകളിൽ നിന്ന് സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ച് ഇത് ഭൂരഹിതരായ പട്ടികജാതിക്കാർക്ക് വിതരണം ചെയ്യണം. നമുക്ക് ചെങ്കർ സമരം ഓർമ്മയുണ്ട്. ഇതാണ് ഈ ദളിത് പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ആവശ്യം. ആ കോസിനോടൊപ്പമാണ് സണ്ണി എം കവിക്കാട് നിൽക്കുക. അപ്പോൾ അത്തരം വളരെ ക്രൂഷ്യലായ ഇത് കേവലം ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ ഭൂരഹിതരായ പട്ടികജാതിക്കാർക്ക് ഭൂമി നൽകണം, ആദിവാസികൾക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകണം എന്ന ആവശ്യം ആ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ആ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ, മുഴുവൻ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം പുരോഗമിച്ചു, സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ചു, വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയി, ചില സമുദായങ്ങൾ മാത്രം പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? അവർക്ക് ഭൂമി കിട്ടാത്തതുകൊണ്ടാണ്. അവർക്ക് ചരിത്രപരമായി ആ കാലത്ത് ഭൂമി കിട്ടിയില്ല. ഭൂമി കിട്ടിയവർക്കൊക്കെ എന്തുണ്ടായി? ഭൂമി കിട്ടിയവർക്കെല്ലാം ഉണ്ടായി. ഭൂമി കിട്ടിയവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, വീടുണ്ടായി, സാമൂഹികമായ ഉന്നതി ഉണ്ടായി, അവരുടെ ജാതി ശ്രേണിയിൽ അവർ മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുന്നോട്ട് പോയി. അവർക്ക് സർക്കാർ ജോലികളിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചു, അധികാര ശ്രേണികളിൽ ഇടം പിടിച്ചു. ഇതൊന്നുമില്ലാതെ പോയത് ഈ സമുദായങ്ങളാണ്. അപ്പോൾ കേരളം വളരെയധികം വികസിച്ചു, മുന്നോട്ട് പോയി, സാമൂഹികമായി മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകാത്ത കമ്മ്യൂണിറ്റികളെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ ഭരണകൂടങ്ങൾക്കുണ്ട്. അവരെന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? ഈ കമ്മ്യൂണിറ്റികൾ എണ്ണത്തിൽ കുറവാണ്, അവരുടെ വോട്ട് ബാങ്കിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം അത്തരം കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരാൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി, അദ്ദേഹം LDF സ്ഥാനാർത്ഥി ആയിട്ട് വരുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാം. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അസംബ്ലി മത്സരിച്ച് ജയിച്ചു വന്നാലും അത് തലവേദന ഉണ്ടാക്കിയ LDF അതുകൊണ്ട് അവർ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ തലവേദന സ്വയം സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സണ്ണി എം കവിക്കാട് MLA എങ്ങാനുമായ അസംബ്ലിയിൽ വന്നാൽ അത് തങ്ങൾക്ക് തന്നെ തലവേദനയാണ്. കാരണം UDF തന്നെ പല നയങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യും എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു തലവേദന സ്വയം ഭരിക്കാൻ തയ്യാറായ UDF അഭിനന്ദിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. സണ്ണിയെപ്പോലുള്ള ആളുകൾ അസംബ്ലിയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അതിന് കാരണം നമുക്കറിയാം, ഗാന്ധിയെയും നെഹ്റുവിനെയും ഒരേപോലെ എതിർത്തുകൊണ്ടിരുന്ന BR അംബേദ്കറെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത്. എന്തുകൊണ്ടാണ്? നെഹ്റുവിനെ തന്നെ വിമർശിക്കുന്ന, നെഹ്റുവിയൻ നയങ്ങളെ വിമർശിക്കുന്ന, ഗാന്ധിയൻ നയങ്ങളെ വിമർശിക്കുന്ന അംബേദ്കറെ ആണ് ഭരണഘടനാ ശില്പിയായിട്ട് കോൺഗ്രസ് നിശ്ചയിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊരു വിശാലമായ ജനാധിപത്യ ബോധമാണ്. അനുകൂലിക്കുന്നവരെ മാത്രമല്ല വിമർശിക്കുന്നവരെ കൂടി തങ്ങളോടൊപ്പം നിർത്തുക, തങ്ങൾക്ക് തിരുത്തേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശാലമായ ജനാധിപത്യ ബോധമാണെന്ന് വിമർശകർ മനസ്സിലാക്കണം. പക്ഷേ അതിപ്പോഴും ഈ സ്ഥാനാർത്ഥിത്വൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ശരി തന്നെയാണ്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എങ്ങനെയാണ് LDF കോട്ടയായ വൈക്കം പിടിക്കാൻ പറ്റുമോ? ഏത് രീതിയിലൊക്കെ അത് ഗുണം ചെയ്യും?
അല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. കേരളത്തിലാകമാനം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ വൈക്കവും നേടാൻ പക്ഷേ സണ്ണി എം കപ്പിക്കാടിനെ കൊണ്ട് UDF പറ്റുമായിരിക്കും. അതോ അവിടെ അദ്ദേഹത്തിന് ഒരു മത്സരം കാഴ്ചവെക്കാൻ മാത്രമേ കഴിയുള്ളൂ? അതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള തീരുമാനത്തെ ആളുകൾ ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയത്തെ ആൾക്കാർ ചോദ്യം ചെയ്യുകയാണ്. ഞാനും ഇതിനെ കാണുന്ന അങ്ങനെയാണ് കേട്ടോ. അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നു. അത് UDF ആകുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ UDF LDF കൂടെ നിൽക്കുമ്പോൾ ഒരു ദലിത് ആക്ടിവിസ്റ്റിന് പിന്നോക്കക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി ഏതാണ്, മുന്നണി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടിടത്തും പ്രശ്നങ്ങളുണ്ട്, രണ്ടിടത്തും പോസിറ്റീവായിട്ടുള്ള എലമെൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ ഒരു രണ്ടും ഇപ്പോൾ BJPയെ മൂന്നാം മുന്നണി നിലയ്ക്ക് BJPയെ കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് മുന്നണികളാണ് LDF UDF. അതിലൊന്നും അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് മാത്രമേ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ. അതിനപ്പുറം പോയാൽ ഇപ്പോൾ പിന്നോക്കക്കാരായ മനുഷ്യർക്ക്, ദലിതുകൾക്ക് എപ്പോഴും അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സ്വഭാവം എന്നുള്ള മുന്നണിയൊന്നുമല്ല UDF. ഇപ്പം മുന്നോക്ക സംവരണം LDF നടപ്പിലാക്കിയ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ശരിയാണ്. സംവരണം എന്ന് പറയുന്ന ആശയം എന്തിനാണോ ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിൻ്റെ അടിസ്ഥാന സംഹിതയെ അട്ടിമറിക്കുന്ന വളരെ പരിഹാസ്യമായ നിലപാട് സംവരണത്തെക്കുറിച്ച് CPIM-നുണ്ടെന്ന് നമുക്കറിയാം. കാരണം സംവരണം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ദാരിദ്ര്യം പരിഹരിക്കാനുള്ള പരിപാടിയല്ല. ജാതി താഴ്ന്നതായി പോയി എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കപ്പെടാത്ത മനുഷ്യർ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു എക്സ്ക്ലൂസീവ് പ്രോജക്റ്റാണ് സംവരണം. പൈസ ഇല്ലാത്തവരെയും കൂടി കൊണ്ടുവരാൻ കൊണ്ടൊന്നും അല്ല. അതാലോചിക്കണം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ ജാതിയുടെ ഈ സങ്കീർണതയ്ക്കകത്ത് കിടന്ന് നിറയിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ, നമുക്കറിയാം. അപ്പോൾ ആ പ്രശ്നത്തെ മറികടക്കാൻ നൂറ്റാണ്ടുകളായി പിന്നണിയിലായിപ്പോയ മനുഷ്യരെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയതാണ്. അതങ്ങനല്ല, പൈസ ഇല്ലാത്തവരും കൂടെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് വിളിക്കുന്ന ഒരു പരിഹാസ്യമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് CPM. അതിനോട് യോജിക്കാൻ സാമാന്യ ബുദ്ധി, ഭരണഘടനാ ബോധ്യമുള്ള ആളുകൾക്ക് പറ്റത്തില്ല. ദലിതരായ മനുഷ്യർക്ക് ഒട്ടുമേ പറ്റത്തില്ല. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ CPM പൊസിഷനോട് UDF നിലപാടെന്താണ്? ഞങ്ങൾ വന്നാൽ ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കില്ല, എടുത്തു കളയുമെന്ന് UDF എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംവരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മുന്നോക്കക്കാർക്ക് കൊടുക്കാനുള്ള സാധനമല്ല എന്ന് എപ്പോഴെങ്കിലും UDF വളരെ കർക്കശത്തോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? UDF-നും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വിഭാഗിതയോട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ UDF-ന് നിലപാടുണ്ടോ? ഇല്ലല്ലോ. ആകെ ഒരു സതീശൻ എന്തോ പാതിയിൽ അങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് UDF-ന് നിലപാടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്താണ് LDF-നേക്കാൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ മെച്ചം UDF? അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പോട്ടെ, ദലിതർക്ക് അവരുടെ അവകാശപ്പെട്ട ഭൂമി, ആദിവാസികൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമി നേടിക്കൊടുക്കുന്നതിൽ എന്താണ് മുത്തങ്ങ എന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നരിവേട്ട സിനിമ വന്നപ്പോൾ വീണ്ടും പുതിയ തലമുറയുടെ മെമ്മറിയിലേക്ക് അത് വരികയാണ്. അപ്പോൾ അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യർക്ക് അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ട ഭൂമി, അതാണല്ലോ ആദിവാസികളുടെ ഭൂമി. എന്തുകൊണ്ടാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്? അവരുടെ മാത്രം ബാധ്യതയല്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊതുനീതി നടപ്പിലാക്കലിൻ്റെ ഭാഗമാണ്. അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്, പൊതു നീതിബോധത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലാക്കാൻ എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റ് UDF-നുണ്ട്? അങ്ങനെ നോക്കിയാൽ ദലിതരായ മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയല്ലേ ഇത്രയും കാലം മാറി മാറി ഭരിച്ചു. എന്നിട്ടും ഇപ്പോഴും ഭൂമിയില്ലാത്ത മനുഷ്യരവർ, ഇപ്പോഴും വീടില്ലാത്ത മനുഷ്യരവർ, ഇപ്പോഴും പൂർണ്ണമായ തോതിൽ ആക്സസ് ഇല്ലാത്ത മനുഷ്യരവർ അല്ലേ? അപ്പോൾ അവരുടെ ജീവിതത്തെ തിരികെ എല്ലാവർക്കുമുള്ള ഒരു പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. UDF-ന് നല്ലതുപോലെ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് UDF അങ്ങനെ രാഷ്ട്രീയമായിട്ടൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി എം കപ്പിക്കാട് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരഞ്ഞെടുത്താൽ, അങ്ങനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നില്ല, അത് മണ്ടത്തരമാവുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി നിരന്തരമായ പോരാട്ടം അതിന് വേണ്ടി വരും. ശബരിമല വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പൊസിഷനും UDF-ൻ്റെ പൊസിഷനും വേറെ എങ്ങാണ്ടോ കിടക്കുന്നതാണ് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. കാരണം ഞങ്ങൾ വന്നാൽ ആചാര സംരക്ഷണത്തിന് ഞങ്ങൾ നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്തേക്ക് വന്നാലോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് നിങ്ങൾ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. തന്ത്രപരമായിട്ട് അതിൽ നിന്ന് അവർ പിൻവാങ്ങിയല്ലോ. ഇപ്പോൾ അത് ആ നിയമത്തിൻ്റെ കാര്യം ആലോചിക്കുന്നില്ലെന്നാണ് അവർ ഫൈനലി അവരുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ സണ്ണി എം കപ്പിക്കാട് പറയുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം. അത് വളരെ ക്ലാരിറ്റി ഉള്ള പൊളിറ്റിക്സാണ്. അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള ബാലൻസിൽ കളിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 10 വർഷമായി LDF ഭരിക്കുന്നു. ആ ഭരിക്കുന്ന LDF-ൻ്റെ പല സമീപനങ്ങളോടും ഒരു ഭരണ മുന്നണി എന്ന നിലയ്ക്ക് വിയോജിപ്പുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശരിയിൽ അണിനിരക്കുകയും ആ സാധ്യത ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അതിപ്പോൾ UDF ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയോ സംഘടനയോ ആണെന്നല്ല, പ്രതിപക്ഷം എന്ന ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഐഡിയയുടെ കൂടെ അദ്ദേഹം നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഭരണാധികാരത്തിൻ്റെ നിയമങ്ങൾ, നയങ്ങൾ, അതിനോടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാവാനുള്ള തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ദലിതുകൾ എന്ന് പറയുന്ന മനുഷ്യർ അവരുടെ അവകാശ പോരാട്ടത്തിന് എക്കാലവും തിരഞ്ഞെടുക്കേണ്ടത് പ്രത്യേകമായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് എന്ന അഭിപ്രായവും പറയാൻ പാടില്ലല്ലോ. അവർക്കൊരു ചോയ്സ് ഉണ്ടല്ലോ. ആ ചോയ്സിനെ റദ്ദ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ. നിങ്ങളോട് ആര് പറഞ്ഞു UDF-ൽ പോകാൻ? LDF അല്ലേ നിങ്ങൾക്കെല്ലാം തന്നത്?
നിങ്ങൾക്കെല്ലാം തന്നത് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളൊക്കെ എവിടെയോ കിടക്കുന്നവർ ഞങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് തന്നു, അപ്പോൾ ഞങ്ങളോട് അതിൻ്റെ ഒരു നന്ദി കാണിക്കണ്ടേ, ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കണ്ടേ, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. കടിക്കാൻ വരുന്ന വർഗീയതയാകുന്ന തെരുവനായതിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുന്നു അതല്ലേ? അരമണിക്കൂർ ഇരുന്ന് ചിരിച്ചു പോകും, അത് വേറെ. അപ്പോൾ ഞങ്ങളല്ലേ നിങ്ങളെ ഈ അപകടകരമായ തെരുവ് നായകളിൽ നിന്ന് രക്ഷിക്കുന്ന ആൾക്കാർ, ഞങ്ങളല്ലേ രക്ഷിക്കേണ്ടവർ, അപ്പം ഞങ്ങളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ രക്ഷാകർതൃത്വം, മുസ്ലിങ്ങളുടെ രക്ഷാകർതൃത്വം ഞങ്ങളുടെ കയ്യിലാണ്, ദലിതരുടെ രക്ഷാകർതൃത്വം അത് ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് അതിൻ്റെ ഗാർഡിയൻ കൗൺസിൽ റൺ ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് പറയലാണത്. അത് ശരിയല്ലോ. അയാൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണെന്ന് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ കാര്യത്തിൽ വീഴ്ച ചെയ്യാൻ പറ്റിപ്പോയിട്ടുണ്ട്, അത് അപ്പുറത്തുമുണ്ട്. സോ അതിൽ കൊള്ളാവുന്ന അദ്ദേഹം ചൂസ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുമോ നമുക്കതിനെ സ്വാഗതം ചെയ്യാം. എന്താണ് അത്രയും ആളുകൾ, സണിയം കപ്പിക്കാടിനെ പോലുള്ള മനുഷ്യന്മാർ നിയമനിർമ്മാണ സഭകളിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നത് UDFൻ്റെ അഴകുഴമ്പൻ നയനിലപാടിനെ ഒപ്പിച്ച് അദ്ദേഹം വഴങ്ങിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഉറക്കെ സംസാരിക്കാൻ സാധ്യതയുള്ള ആളാണ്. അങ്ങനെ ഉറക്കെ സംസാരിക്കാൻ സാധ്യതയുള്ള ആളെ അത് കോംപ്രമൈസ് ചെയ്യുന്ന ആളുമല്ല. അപ്പോൾ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ശുഭകാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കപ്പെടട്ടെന്നാണ് ഞാൻ വ്യക്തിപരമായി ആശിക്കുന്നത്. ശരി, ഏതായാലും നോക്കാം അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ, മത്സരത്തിന് ഇറങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ.